ഹലോ ഗൈസ്, ഇങ്ങനെ ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഗുഡ് മോർണിംഗ് ആണ്. അപ്പം ഇനി എനിക്ക് എൻ്റെ താഴെ വീട്ടിൽ കേടി ഞാൻ പറഞ്ഞിട്ടില്ല. അച്ഛൻ്റെ അച്ഛമ്മേൻ്റെ അടുത്ത് പോകാനുണ്ട്, ഇളയപ്പൻ്റെ അടുത്ത് പോകാനുണ്ട്. പിന്നെ എൻ്റെ ഒരു എൻ്റെ കസിനുണ്ട്. ഓള് സെം ബ്രേക്ക് കഴിഞ്ഞിട്ട് ഇന്നലെ പോകാൻ വേണ്ടി ഇന്ന് പോകാൻ വേണ്ടി നിന്നതാണ്. ഞാൻ വരുന്നതെന്ന് ഓളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം ഓള് നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട് പോകുന്നത്. പിന്നെ എൻ്റെ കസിൻ എറണാകുളത്താണ്, ഓൻ വന്നിട്ടുണ്ട്. വേറൊരു കസിനുണ്ട്, ഓൻ തൈവാനിലാണ്. ഓനും ഇപ്പം ലീവിൽ വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും കാണണം. എൻ്റെ അനിയൻ മാത്രമില്ല, അതുകൊണ്ട് ഓന് ഭയങ്കര സങ്കടം. ഇന്നലെ ഞാൻ വരുമ്പം അമ്മേൻ്റെ ഫോണിൽ ഓനായിരുന്നു. പിന്നെ ഓനിങ്ങനെ കാണണമെന്ന് പറഞ്ഞിട്ട് ഓനിങ്ങനെ കോളിൽ ഞാൻ വരുന്നത് ഇവരൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ഓനിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ചായലും കുടിച്ചിട്ട് നേരെ താഴേക്ക് പോകാനുണ്ട്. ഇപ്പം ഞാൻ എഴുന്നേൽക്കുന്നത് ഈ ലുക്ക് ശരിക്കും പറഞ്ഞാൽ ക്ഷീണം മാറിയിട്ടില്ല, പക്ഷെ എഴുന്നേറ്റേ പറ്റും എനിക്ക്. പിന്നെ അത്ര ടൈമില്ല, ഇപ്പോൾ കിടന്നുറങ്ങിയാൽ ബാക്കിയൊന്നും ടൈം ഉണ്ടാവില്ല. അപ്പം ശരി, വെൽക്കം ടു ദ വീഡിയോ ഫ്രം മൈ ഹോം. ഹലോ ഗൈസ്, ഞങ്ങളൊക്കെ ഇന്ന് പ്രസവിച്ചു, കാണിച്ചു തരാം. കിങ്ങിണി ഭാവി, നീ പ്രസവിച്ചോ? നോക്കട്ടെ നിന്റെ കുഞ്ഞിനെ. മോളെ നോക്കടാ, എങ്ങനെ രണ്ടെണ്ണയില്ലോ കുഞ്ഞി. ഇന്നലെ ഇവക്ക് കയ്യാണ്ട് കിടക്കുന്നുണ്ടായത്, ക്ഷീണായിട്ട് കിടക്കുന്നുണ്ടായത്. ഇവള് പ്രസവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരാൻ കാത്തുന്നേടാ. കുഞ്ഞിനി മാലി, കുഞ്ഞിനി മാവി. അച്ഛൻ നടന്നുവാ എന്നിട്ട് മാനി നിന്നെ ഞാൻ ഒന്ന് എടുക്കട്ടെ. കുഞ്ഞാമണി ഇങ്ങോട്ട് മാനി. ഇല്ല, നിന്റെ കുഞ്ഞൊന്നും ആയില്ല. ബാ നീ വാ. പത്തൽ ചിക്കൻ സുക്ക ആൻഡ് മീൻ കറി. ഞാനിപ്പോൾ റെഡിയായി. ഇനിയിപ്പം അച്ഛനെ അച്ഛമ്മേനെല്ലാം പോയി കാണണം, എല്ലാവരും പോയി കാണാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പം പോകുന്ന വഴിക്ക് ഞാൻ ഇനി വ്ലോഗ് എടുക്കുന്നതായിരിക്കും. ശരി. ഇതാണ് ഞങ്ങളുടെ തോട്. മാത്രം നടന്നിട്ട് പോന്നാ. എന്റെ മോള് പറയുന്ന അമ്മയെ മുത്തവർക്ക് രോഗിയാണോ വന്നത്. A few moments later. ഇങ്ങനെ വായി കൊടുക്കട്ടെ എല്ലാരും ഇങ്ങനെ ആയിപ്പോയി അന്തം വിട്ടിട്ട്.
എനിക്ക് കയ്യപ്പാ ഇതപ്പോ വന്നത് മോളെ വരില്ല മോളെ ഞാൻ പറഞ്ഞിട്ട് കണ്ടാന്നിട്ട് ഞാൻ വേണ്ടിയിട്ടില്ല വന്ന് പറയട്ടോ ടാറ്റാ ടാറ്റാ ഗൈസ്, ഞാൻ എൻ്റെ വീടൊന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ. ഇവിടെ എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനോ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. ആ സമയത്ത് ചെയ്തതാണ് ഇതെല്ലാം. അവർ ഫാമിലി ഫോട്ടോ. മേരാ സിസ്റ്റർ ഹേ. അപ്പോൾ ഇന്നത്തെ താഴെ വീട്ടിൽ പോയി അച്ഛനെ അച്ഛമ്മേനെല്ലാം കണ്ടു. ഇനിയിപ്പോൾ വൈകുന്നേരം ഇപ്പം എൻ്റെ ഇനി ഒരളപ്പം വരാനുണ്ട്. അടുത്തേക്ക് പോകുമ്പോഴത്തേക്ക് എൻ്റെ ചെറിയ ഇളപ്പൻ ഉണ്ടായിരുന്നു, അവിടെ കുഞ്ഞളപ്പൻ ഉണ്ടായിരുന്നു. ഇനിയിപ്പം ഇളപ്പൻ ഇപ്പം വരും. അപ്പം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് ഞാൻ കസിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ ഒരു കസിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടോളൂ നാളെ പോകുന്നതാണ് മണിപ്പാലിലേക്ക് തിരിച്ചിട്ട്. അപ്പം അവളിപ്പം വരും, അവളെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം അവരിപ്പോൾ വരും, പോയിനാഴ്ച എത്തി. അവർ വരുമ്പോൾ അവളെ മെസ്സേജൊക്കെ പറഞ്ഞു. അവളിപ്പനെ കാണാൻ ആരുടെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇന്ന് എന്നാ ഞാൻ നാട് വിടുന്നു. മീൻ ഫ്രൈ ഉണ്ട്. ഇത് പുളിവെള്ളമേ, പുളിവെള്ളം. നീ എന്തിനാ എന്നോട് കൊണ്ടുവരാൻ പറഞ്ഞേ? പറ. എന്ത് മുട്ടായി? അത് മാത്രം ഞാൻ കൊണ്ടുവന്നില്ല കേട്ടോ. രണ്ട് വാക്ക് സംസാരിക്കും എന്റെ വ്ളോഗില്. ഹായ് പറ. ഹായ്. നീ ഇത് താക്ക്. എന്തെങ്കിലും പറഞ്ഞ എന്റെ വ്ളോഗ് കാണലുണ്ടാ നീ? കാള് പറയണ്ടാ നീ? കാണലുണ്ട്. എന്തൊക്കെ ഒന്ന് പറഞ്ഞേ. ഒരു എന്തല്ലോ സാധനം വെച്ചിട്ട് ഒരു പൗഡർ. ഞാൻ പൗഡർ ഇടയില്ല. വേറെ ഒരു എന്തൊരു സാധനങ്ങൾ തേക്കുന്നുണ്ട്. ആ സാധനം വേണ്ടി. അതെയാ? നടക്കടാ. നിന്റെ ക്ലാസ്സിലുള്ള എല്ലാരോടും നോക്കാൻ പറഞ്ഞാ മതി.
പിന്നെ മുട്ടായി ഒന്നും ഇല്ലാതെ ടുഡേ അല്ല എസ്റ്റർ